ശ്രീ പി ആർ ശിവശങ്കർ, നിങ്ങൾ കരയ്ക്കിരുന്ന് ഈ കളി കാണുകയാണോ? ഇതിൽ ഏറ്റവും പ്രധാനമായും ഭാഗഭാക്കായിരിക്കുന്ന അദൃശ്യ ശക്തി നിങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഏത് പരീക്ഷണ വസ്തുവിലൂടെ ഈ പരിശോധന നടത്തിയാലാണ് നിങ്ങൾ തെളിഞ്ഞു വരിക എന്ന ആകാംക്ഷയാണ് അൻവറിനുള്ളത്, ഈ പറയുന്ന ബിനോയ് വിശ്വത്തിനുള്ളത്. ഓക്കെ, അത് ADGP എന്ന് പറയുന്ന ആളെ വെച്ചുകൊണ്ട് ആ ലബോറട്ടറിയിൽ ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ തെളിയുക ഈ RSS ബാന്ധവമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങളാണ് ഇതിൽ അഭേദ്യമായ കക്ഷിയായി നിൽക്കുന്നത്. പക്ഷേ ഈ കരയ്ക്കിരുന്ന് കളി കാണുന്നല്ലാതെ നിങ്ങളുടെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണത്? വേണുവിൻ്റെ ആ വിഷമം ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ വേണുവിൽ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താങ്കൾ പറഞ്ഞത് ശുദ്ധീകരണത്തിന് തുടക്കം കുറിച്ചു എന്ന്, അതിൽ വേണോ ശുദ്ധീകരണത്തിന് തുടക്കം കുറിച്ചു എന്ന് താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അൻവറിൽ നിന്നാണോ തുടക്കം കുറിക്കേണ്ടത്? എനിക്കറിയില്ല, താങ്കൾ അങ്ങനെ പറഞ്ഞെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയുടെ അപജയം എന്നേ ഞാൻ പറയുന്നുള്ളൂ. രണ്ട്, താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് അതിലും വിശേഷമായി തോന്നിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ സാവകാശം എടുക്കുന്നു ഈ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുവാൻ എന്നുള്ള താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു രേഖപ്പെടുത്തൽ, അതും എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ രണ്ടാമത് പറയാം. അപ്പോൾ ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്. ഇതിനെല്ലാം ഒരു ഭാഗത്ത് ഉത്തരവാദി BJP ആകുന്നു അല്ലെങ്കിൽ RSS ആകുന്നു എന്നിരുന്നാലും അൻവർ BJPയിലേക്ക് പോകുന്നു എന്ന് അബിൻ വർക്കി പറഞ്ഞില്ലല്ലോ. ഞാൻ പേടിച്ചിരിക്കുന്നു, അതെങ്ങാനും പറയൂ അബിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് അബിൻ വർക്കി അല്ലെങ്കിൽ സജീഷൻ ചിലപ്പോൾ പറഞ്ഞേനെ കേട്ടോ. ഏതായാലും മോഹൻദാസ്, അവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി, ഏതായാലും PC ജോർജിൻ്റെ അനുഭവം അൻവറിനുണ്ടാകും എന്നൊക്കെ പ്രസംഗിക്കാൻ കേട്ടു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ BJPയിലേക്ക് വരുമെന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയിലേക്ക് അൻവർ വരില്ല. കാരണം അതിന് വേറെ പലതുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നോക്കൂ, ഈ യുദ്ധമുഖത്തിൻ്റെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കടുംവെട്ടിൻ്റെയൊക്കെ അന്വേഷണം അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അതൊരു സന്തോഷ് മാധവനിലേക്കും ആറന്മുളയിലെ ഏതാണ്ട് 10 സെൻറ്റ് ഭൂമി പിടിച്ചടക്കണയിലേക്കും വന്നതുപോലെ ഇത് ഇപ്പോൾ ഒരു ഉണ്ണിയിലേക്കും സേട്ടുമാരേക്കും തിരിക്കുന്നുണ്ട് എന്നതുകൂടി താങ്കൾ ഓർക്കണം. ഞാൻ അതിൻ്റെ ആ ചർച്ച അവിടെ വിടുന്നു. ഏതായാലും അൻവറിന് ഒരു രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പിന്തുണ ഇന്നത്തെ ഫേസ്ബുക്കിലെല്ലാം CPM എന്തോ ഉണ്ണി മനസ്സിലായി, കൊണ്ടോട്ടി ഉണ്ണി. ഞാൻ CPMൻ്റെ ഒക്കെ ഫേസ്ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പറയണ്ടായിരുന്നു കുറേ സേട്ടുമാർ അവിടെ ഇരുന്ന് സ്വർണ്ണം ഉരുക്കുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ വിഷയം ഈ സ്വർണ്ണമുരുക്കലിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞത് അതാണ് രാഷ്ട്രീയം. അവിടെ അതിന് രാഷ്ട്രീയമുണ്ട്, അതിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്, നമുക്കറിയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വേണു, ഈ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവോ BJPയോ വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങളാണ്. അതിൽ പൂരം കലക്കൽ ഒഴിച്ച് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിലെല്ലാം തന്നെ അന്തർലീനമായി ഇരിക്കുന്ന മറ്റൊരു കാര്യം, ഈ അബിൻ വർക്കിയൊക്കെ ഇപ്പോൾ അൻവറിനെ ഒരു സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഭാവിയിലേക്കുള്ള ഒരു ഇപ്പോൾ പറഞ്ഞല്ലോ, രാജീവ് ഗാന്ധി വന്നപ്പോൾ എൻ്റെ ഉപ്പായുടെ വണ്ടിയിലാണ് കയറിയിരുന്നൊക്കെ പറഞ്ഞത് ഒരു സന്ദേശമായിട്ട് കാണണം. അതിൽ CPI കൂടി ആ വഞ്ചിയിൽ കയറുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഇനി അവസാനിക്കാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഈ കാണുന്നതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലും മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ കടിച്ചു പിടിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ അതല്ല ഇവിടെ. ഇത് ലൂസിഫറിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇത് ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. ഇതിൽ ആരോടൊപ്പം നിൽക്കണമെന്നാണ് പ്രശ്നം. ഇതിൽ വലിയ തിന്മ അൻവറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ, ഇപ്പോൾ CPMൻ്റെ നേതാവ് തന്നെ പറഞ്ഞത്, അദ്ദേഹം സ്വർണ്ണക്കടത്തുകാരൻ, മാഫിയ, കൊടും ക്രിമിനൽ, ഹവാലക്കാരുടെ നേതാവ്, ഇതെല്ലാമാണ് മലപ്പുറയിലെ മോഹൻദാസ് പറഞ്ഞത്. KS മോഹൻദാസ് പരസ്യമായി അവിടെ പ്രസംഗിച്ചത്. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് അൻവർ, കൊടും മാഫിയാണ്, കള്ളക്കടത്തുകാരാണ്, ക്രിമിനലാണ്, മാഫിയ തലവനാണെന്ന് പറഞ്ഞ ഈ PV അൻവറിനെ എങ്ങനെയാണ് ഇവർ ഇത്രയും നാൾ കൊണ്ടു നടന്നത്? ഇവർക്കറിയില്ലായിരുന്നു ഇതൊന്നായിരുന്നെന്ന്? ഇത്രയും നേരം ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇദ്ദേഹം അവിടുത്തെ പല സ്ഥലങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വലിയ കൊടും ക്രിമിനൽ തന്നെയാണെന്ന് പല ആരോപണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇത്രയും നാളും കൊണ്ടേ നടന്നിട്ട് ഇന്ന് മടിയിൽ വെക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ അപജയമാണ്. ഈ രണ്ടു പേർക്കെതിരെയും വലിയ രീതിയിലുള്ള ജനരോഷമുണ്ട്. അൻവർ പറഞ്ഞത് പുതിയ കാര്യമൊന്നുമല്ല, മാധ്യമങ്ങൾക്കും അറിയാം, വേണുവിനറിയാം, ഇതൊന്നൊരു പുതിയ കാര്യമല്ല. ഈ ആരോപണങ്ങളെല്ലാം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അൻവർ പറഞ്ഞപ്പോൾ അതൊരു മഹത്തായ ആരോപണം. പക്ഷേ അതുപോലുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അൻവറിനെതിരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സാവകാശം, മുഖ്യമന്ത്രി ചോദിച്ച സാവകാശം, അതിൽ രാഷ്ട്രീയമുണ്ട് വേണു, അതിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അൻവറിനെതിരെ ശക്തമായ അന്വേഷണം വരുന്നു.
CPM-ന് മറുപടി കൊടുക്കേണ്ടി വരില്ല. വളരെ കാലത്തേക്ക് അദ്ദേഹം ഏതെങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അകത്തേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടി CPM-ന്റെ പ്രശ്നം കഴിയും. അതിനാണ് CPM-ഉം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കാത്തിരിക്കുന്നത്. ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നമുക്ക് 4 പേർക്കും കഴിഞ്ഞില്ലെങ്കിൽ ചർച്ച ചെയ്ത് നമുക്ക് നമ്മളുടെ അൻവർ തന്നെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിൽ നിങ്ങളുടെ കൈയച്ചൊരു സഹായം കൂടെ ഉണ്ടാകേണ്ടതുണ്ട് പിണറായിക്ക്. കാരണം ഈ ADGP ഒരു പരാതി കൊടുക്കുക, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് CBI അന്വേഷണത്തിന് വിടുക, ആ ഘട്ടത്തിൽ CBI വരിക, അൻവറിന്റെ മൂക്ക് ചെത്താനായി. അതുകൂടെ ഇനി കണ്ടാൽ മതി. ആ ഭാഗമൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന അധ്യായങ്ങൾ മറിച്ചു നോക്കുമ്പോൾ